ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലിട്ട് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോൾ എനിക്ക് സുഖമാണ്, സന്തോഷത്തോടെ പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതേ ടേബിളിൽ ഞാൻ കുറേ ടെസൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടെസലിനെ കുറിച്ച് എല്ലാം പറയാം. കുറേ ഉണ്ട് കേട്ടോ, ഞാൻ കുറച്ചേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് അടിപൊളി സംഭവം, കിടില സാധനം കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഈസിയാണ്. എല്ലാവർക്കും ഒന്നും അധികം കളയാതെ നമുക്ക് ഭംഗിയൊക്കെ നമ്മുടെ ഭിത്തികളിൽ, അതായത് വോളിൽ നല്ല ഭംഗിയൊക്കെ ഒരുപാട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിശുക്ക് കാണിക്കരുത് കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ടെസൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടെസൽ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് വൂളൻ ത്രെഡ് കൊണ്ട് തന്നെ. വൂളൻ ത്രെഡ് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, എന്നാലും കാണിച്ചു തരാം. ഫ്ലവറൊക്കെ ചെയ്യുന്ന വൂളൻ ത്രെഡ് കൊണ്ട് ഫ്ലവർ ചെയ്യുന്നവർ എന്തായാലും അറിയാൻ പറ്റും ഈ ഒരു ടെസൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഏകദേശം ഒരേ മെത്തേഡാണ്. അപ്പോൾ ഇനി ഇത് വാങ്ങിക്കാനും കിട്ടും, ആമസോണിലും കടയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വൂളൻ ത്രെഡ് മാത്രമല്ല, നല്ല ഭംഗിയുള്ള സിൽക്ക് ത്രെഡ് കൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കാണാൻ നല്ല ഭംഗി, അത് മാല കമ്മലൊക്കെ വരുന്നുണ്ട് ഇപ്പം ടെസൽ കൊണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എല്ലാവരുടെയും വീട്ടിൽ ഈ വൂളൻ ത്രെഡ് കൊണ്ടുള്ള ടെസൽ വെച്ചിട്ട് വോൾ ഹാങ്ങിങ് ഒരുപാട് ഉണ്ടാക്കി വെക്കും. അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. അപ്പോൾ നമുക്കൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് വേണം, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്. കൈകൊണ്ട് വേണമെങ്കിൽ ചുറ്റാം, 4 വിരൽ വെച്ചിട്ട് വേണമെങ്കിൽ ചുറ്റാം. പക്ഷെ കൂടുതലും നല്ലത്, നല്ല ഭംഗിയായിട്ട് വരുന്നത് ഇതുപോലെ കാർഡ്ബോർഡ് പീസ് ചുറ്റുമ്പോഴാണ്. ഒരു 20 തവണയെങ്കിലും ചുറ്റിയാൽ ഒരു 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 അല്പം കട്ടിയുള്ളത് കിട്ടുകയുള്ളൂ. അതിൽ കൂടുതൽ കട്ടി വേണമെങ്കിൽ അതിൽ കൂടുതൽ തവണ ചുറ്റണം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ വൂളൻ ത്രെഡിൽ നിന്ന് തന്നെ ഒരു ചെറിയ പീസ് എടുക്കണം. എന്നിട്ട് അതെന്ന് ആ നീളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കാരണം അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം അതിലോട്ട് തന്നെ കിടക്കും. അപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. കെട്ടിടുമ്പോൾ ശ്രദ്ധിക്കണം, അഴിഞ്ഞു പോരുത്. വൂളൻ ത്രെഡ് ഒരു കെട്ടൊന്നും പോരാ, ഒരു കെട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിഞ്ഞു പോരും. ഒരു 3 കെട്ടെങ്കിലും മാക്സിമം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് കെട്ടിക്കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് ഒരു കെട്ടും കൂടെ ഒക്കെ ചെയ്യണം. അപ്പോൾ അതേ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരേ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. പക്ഷേ ഇതൊന്ന് ആദ്യം ഒന്ന് ചുറ്റിയ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നു, താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയതിന് ശേഷം, അതായത് നല്ല ആ കെട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒതുക്കിയതിന് ശേഷം ഒരു വൂളൻ ത്രെഡ് ഒരു ചെറിയ പീസ് എടുക്കുക. ഇതേ നീളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ആ ബാക്കി ഭാഗം അതിൽ തന്നെ കിടക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ചെറിയ ഭാഗം ആകുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഇതേ നീളത്തിൽ തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് കുറച്ച് ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം കെട്ടിയിട്ട് കൊടുക്കുക. ഈസിയാണ്, എല്ലാവർക്കും, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി പരിപാടി തന്നെയാണിത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അഴിഞ്ഞു പോവേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കെട്ടിൽ വൂളൻ ത്രെഡ് നിൽക്കില്ല, കുറച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആമസോണിൽ കിട്ടും, ഒരു പാക്കറ്റായിട്ട് കിട്ടും, അതുപോലെ കടയിൽ കിട്ടും. അത് വൂളൻ ത്രെഡ് മാത്രമല്ല, സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗി, ഷൈനിങ് ത്രെഡ് കൊണ്ട് ഒരുപാടുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളത്. ഇപ്പം മാല കമ്മൽ അങ്ങനെ ഒരുപാട് സാധനമുണ്ട് ടെസൽ കൊണ്ട് ചെയ്യണത്. അപ്പോൾ ഇത് വോൾ ഹാങ്ങിങ് ആണ് കൂടുതലായിട്ട് ചെയ്യണത്. ഡ്രീം ക്യാച്ചർ, വോൾ ഹാങ്ങിങ് ഒക്കെയാണ് കൂടുതലായിട്ട് ചെയ്യണത്. അപ്പോൾ ദേ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഒരുപോലെ കട്ട് ചെയ്തെടുക്കണം. അത് നീളം നോക്കുക നമുക്ക് എത്രത്തോളം വേണമെന്ന്. എന്നിട്ട് കട്ട് ചെയ്ത്, എന്നിട്ട് ബാക്കി എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യണ വൂളൻ ത്രെഡ്. അപ്പോൾ അതേ ഒരു ബോക്സിലാക്കി മാറ്റി ഞാൻ. എന്നിട്ട് ഇതുപോലെ കണ്ടില്ലേ, ഒരേ നീളത്തിൽ ഇതാണ് ടെസൽ. ഇതിനെയാണ് നമ്മൾ ടെസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഹാങ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഈസി അല്ലേ, ഇത് എളുപ്പം ചെയ്യാൻ പറ്റണേ. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ഹൂപ്സ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട അടുത്ത ഒരു സാധനം. ഇത് എല്ലാവർക്കും അറിയാം, ഒരു ചെറുത് മുതൽ ചെറുത് വരെ കിട്ടും. ചെറുതുണ്ട്, ഇതിൻ്റെ വലുതുണ്ട്. ഇതൊരു മീഡിയം സൈസ് ആട്ടോ. ഇതിന് 30 രൂപ, 35 രൂപ, 40 രൂപ റേഞ്ച് വരും. പല കടയിൽ പല റേറ്റ് ആട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ നമുക്ക് സൈസൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതൊരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ ഒരു അടിപൊളിയാക്കാം നമുക്ക്. അപ്പോൾ ഇത് വേണ്ടത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇത് നമ്മളിപ്പോൾ 3 വോൾ ഹാങ്ങിങ് ചെയ്യുന്നുണ്ട്, 3 വ്യത്യസ്തമായ വോൾ ഹാങ്ങിങ്.
അപ്പോൾ അതിനായിട്ട് ഒരെണ്ണം എന്ന് പറയുന്നത്, ഒരു സെറ്റ് എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ ഇട്ടിട്ടാണ് ഇങ്ങനെ തിരിച്ച് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഹൂപ്പിംഗ് എടുത്തു, എന്നിട്ട് ബാക്കിയും വേണം, നമുക്ക് ബാക്കിയും ചെയ്യാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണുക. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ജൂട്ട് ത്രെഡ് കൊണ്ട്, കളർ ത്രെഡോ ജൂട്ട് ത്രെഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. വൂളൻ ത്രെഡ് വേണമെങ്കിൽ ചുറ്റിയെടുക്കാം. ഇത് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കാം ആദ്യം. അപ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ടെസൽ നമ്മൾ ഒരുപാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സമയം കിട്ടുന്ന പോലെ ഇങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വോൾ ഹാങ്ങിങ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് സൂചി നൂലും സാധാരണ നമ്മൾ തയ്ക്കുന്ന സൂചി നൂലും ഇല്ലേ, അത് തന്നെ എടുക്കാം. ഇല്ലെങ്കിൽ വൂളൻ ത്രെഡൊക്കെ ചെയ്യുന്ന സൂചി എടുക്കുകയാണെങ്കിൽ അതൊന്നും എടുക്കാം കേട്ടോ. ഇപ്പോൾ വൂളൻ ത്രെഡ് കൊണ്ട് തന്നെ എടുക്കണമെങ്കിൽ ഈ ത്രെഡ് അങ്ങനെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സൂചി നൂലും നമ്മുടെ സാധാ തയ്ക്കുന്ന സൂചിയും നൂലും തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് വലിയ സൂചിയാണെന്നേ ഉള്ളൂ, കാരണം ഉള്ളിലൂടെ കയറാൻ വേണ്ടി, കുഞ്ഞു സൂചിയല്ല. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തു, അതിൻ്റെ ഒരു ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം കിട്ടും. അപ്പോൾ അതിലൂടെ നമ്മൾ ഈ സൂചി നൂലും കയറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഒന്ന് നന്നായിട്ട് ലാസ്റ്റ് ആ ഒരു നൂല് നന്നായിട്ട് കെട്ടിയിടണം കേട്ടോ, ഇല്ലെങ്കിൽ അകത്തൂടെ നമുക്ക് ആ നൂലിങ്ങ് പോരും. അപ്പോൾ നന്നായിട്ടൊരു 3-4 കെട്ടിയിട്ടതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റേണ്ടത്. അപ്പം സാധാരണ സൂചി നൂലും കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായാലും മതി. ഞാൻ പറഞ്ഞ പോലെ വൂളൻ ത്രെഡ് ചെയ്യാൻ പറ്റുന്ന ഉള്ളിലൂടെ കയറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും, പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് കെട്ടിയിടണം. ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുക. ഇത് ഓരോ രീതിയിൽ കെട്ടാം. നമുക്ക് ഒരു 5 എണ്ണം 7 എണ്ണം ഒക്കെ വെച്ചിട്ട് കെട്ടണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടമാണ്, അത് വെച്ചിട്ട് കെട്ടാം. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് ഹാങ് ചെയ്ത ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്ത വോൾ ഹാങ്ങിങ്, ടെസൽ വോൾ ഹാങ്ങിങ്. എങ്ങനെയുണ്ട്? കളർ കോമ്പിനേഷൻ ഒരു ഭംഗിയാക്കിയാലേ ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഞാൻ ബ്ലൂവും ഒരു എന്താ പറയുക യെല്ലോ എടുത്തത്, അപ്പോൾ അത് എടുത്തു വെച്ചു. ഇനി അടുത്തത് നമുക്ക് ഈ നമ്മുടെ ഡ്രസ്സിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്ന, അതായത് ചുരിദാറൊക്കെ വാങ്ങിക്കുമ്പോൾ കട്ട് ചെയ്ത് കളയുമല്ലോ പീസ് തുണി, അതെടുക്കാം. അല്ലെങ്കിൽ ബെഡ്ഷീറ്റിന് എന്തെങ്കിലും വർക്കുള്ള തുണി, എന്തെങ്കിലും കളയാനിട്ടിരിക്കുന്ന തുണി ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ എംബ്രോയ്ഡറി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് കിട്ടാൻ വേണ്ടി വർക്കുള്ള തുണികൾ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി. ബാക്കിയൊക്കെ കളയില്ല, അതെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇത് കൂടുതൽ ഉണ്ടായത് കൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ. ഒരു സ്ക്വയർ ഷേപ്പിൽ, നമുക്ക് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ. എന്നിട്ട് നമ്മളിത് വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതുപോലെ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ടെസൽ എടുക്കണം, അത് കെട്ടി വെക്കണം ആദ്യം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കളർ എടുക്കാം. ഇപ്പോൾ ഈ ഒരു ബ്ലൂ വൈറ്റ് കുത്തൊക്കെ ഉണ്ട് അതിനകത്ത്, അപ്പോൾ ഒരു ഡോട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തിട്ടുണ്ട്, ബ്ലൂ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്രീൻ, ഈ ഒരു ടൈപ്പ് ഗ്രീനും എടുത്തിട്ടുണ്ട്. ഗ്രീൻ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല, ഇതൊരു നല്ല ഭംഗി കളർ കേട്ടോ. ഇത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കുക, നമ്മൾ എടുക്കുന്ന ഏത് തുണിയാണോ അതിൻ്റെ ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി നേരത്തെ ചെയ്ത പോലെ ത്രെഡ് എടുക്കുക, സാധാ സൂചി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ എടുക്കുക, അതിൻ്റെ ഹാങ് ചെയ്യാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടുക്കി ചെയ്യാം കേട്ടോ. ഇത് ഒരു സെപ്പറേഷൻ കൊടുക്കണമെങ്കിൽ ഈ ഇടയിൽ ഒരു മുത്തോ അല്ലെങ്കിൽ ഒരു കെട്ടോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെപ്പറേഷൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, നേരെ 3 കളർ ഒരുമിച്ച് അങ്ങ് ഇടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 കളർ ഇടുക. അപ്പോൾ ഒരു കെട്ടിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ, ഒരുപാട് ഇങ്ങനെ താഴത്തേക്ക് പോരില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3ഉം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈറ്റ്, ബ്ലൂ, ആ ഒരു ഗ്രീൻ, അത് ഏത് ഗ്രീനാണ് എനിക്കറിയില്ല, അത് വീണ്ടും പറയുന്നു. അപ്പോൾ അത് നോക്കുക, ഇഷ്ടമുള്ള നമ്മളെടുക്കുന്ന തുണിയുടെ ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ കെട്ടിയ പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. അത് ഉള്ളിലത്തെ ഹൂപ്പിലാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ തുണി വെച്ചിട്ട് ഹൂപ്പ് ടൈറ്റ് ചെയ്യണത്. ഇപ്പം ഞാൻ കെട്ടിയെടുത്തു കേട്ടോ. ഇത് ഇവിടെ വെച്ച് കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഹാങ് ചെയ്ത് വേണം കെട്ടിയെടുക്കാൻ. അപ്പോൾ അത് ഞാൻ കാണിക്കാഞ്ഞതാണ്. എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയിട്ടതിന് ശേഷം നന്നായിട്ട് കെട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് നീളത്തിൽ കിട്ടും കേട്ടോ. എന്നാൽ 5ഓ 7ഓ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം ഈ ഹാങ്ങിങ്. എന്നിട്ട് ഇതുപോലെ ഹൂപ്പ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യണം. അത് ഓരോരുത്തരുടെ എന്താ പറയുക നോക്കി തുണി എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും കൂടുതൽ കട്ട് ചെയ്ത് റൗണ്ടിൽ കൂടുതൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും.
ഒട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് പോയി കളയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ബാക്കി വന്ന കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഹൂപ്പിലോട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഫെവിക്കോൾ തുണിയാകുമ്പോൾ ഫെവിക്കോളിൽ ഒട്ടിക്കോളും. എന്നിട്ട് ഇത് ആ ഒരു കെട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയരുത്. അതിനുള്ളിലൂടെ കട്ട് ചെയ്തതിന് ശേഷം അതും ഒട്ടിച്ചു കൊടുത്തു. അത് ഓരോരുത്തർ ഐഡിയ പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ആ ഉള്ളിൽ പോയിട്ടുണ്ട് ആ ഒരു ത്രെഡ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത വോൾ ഹാങ്ങിങ്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ല. ഇതുപോലെ തുണി കളയണ്ട, എടുത്തു വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാക്കി അത് ചെയ്തെടുക്കാം. അപ്പോൾ അത് എംബ്രോയ്ഡറി തുണി തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ സാധാരണ തുണി മതിയാവും. ഇനി അടുത്തത് ഞാൻ ആദ്യം എടുത്ത ആ ഹൂപ്പിൻ്റെ ബാക്കി വന്ന ഒരു ഹൂപ്പുണ്ട്, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ജൂട്ട് ത്രെഡ് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ചുറ്റിയെടുത്തു. പിന്നെ തെസലെടുത്തിട്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ലീഫൊക്കെ എടുക്കുക കേട്ടോ. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെറുതോ വലുതോ ഒക്കെ എടുക്കാം. പിന്നെ ലീഫ് ഉണ്ടെങ്കിൽ ലീഫ് എടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, ഇഷ്ടമനുസരിച്ച് എടുക്കാം കേട്ടോ. കളർ കോമ്പിനേഷനും ഇഷ്ടമനുസരിച്ച്. നമ്മൾ ഈ ഹാങ് എടുക്കുന്ന തെസലിൻ്റെ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ഫ്ലവേഴ്സ് എടുക്കുമ്പോൾ കൂടുതൽ ഭംഗിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള എടുത്തന്നേ ഉള്ളൂ ഈ ലീഫ്. അപ്പോൾ ഈ ലീഫിന് പകരം നിങ്ങൾക്ക് ലീഫ് വേണമെന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് ചുറ്റിയെടുക്കാം. ആദ്യം തന്നെ അതൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മളത് ചുറ്റി വെച്ചു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലവേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഗ്ലൂ ഗൺ ചൂടായി വരുന്നുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു തെസൽ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഈ തെസൽ കെട്ടുന്ന ഏകദേശം ഇപ്പം ഞാൻ 3 എണ്ണം കാണിക്കുന്നതും ഒരേ രീതി തന്നെയാണ്. ഒന്ന് എവിടെയെങ്കിലും കൊളുത്തി വെച്ചതിന് ശേഷം ഒന്ന് ഹാങ് ചെയ്തതിന് ശേഷം ഇതുപോലെ നൂല് ഇതിനുള്ളിലൂടെ കയറ്റി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു മെത്തേഡ് 3ലും ഒരേ മെത്തേഡ് തന്നെ ഇതുപോലെ ഹാങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിനകത്തൊരു ഇതുള്ളത് ഞാനിവിടെ ഒരു സെപ്പറേഷന് വേണ്ടി ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സെപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് മുത്തോ എന്തെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു കെട്ടിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം ഒരേ മെത്തേഡിൽ തന്നെയാണ്. തെസൽ കൊണ്ട് ചെയ്യുന്ന കെട്ട് ഒരേ രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ മൂന്ന് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈസി അല്ലേ? ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുത്ത് വേറെ ഒന്നിനും അല്ല കേട്ടോ, ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഒരു പ്രത്യേക ഭംഗി അടുപ്പിച്ച്, അതായത് അടുത്തടുത്ത് കിടക്കണ്ടെന്ന് വിചാരിച്ചു ഈ ഒരു ഹാങ്ങിങ്ങിന്. അപ്പോൾ അത് ഈ ഒരു കളർ എടുത്തിട്ടുണ്ട്, ഈ ഒരു പീച്ച് കളർ. ഇതും ഒരു ലൈറ്റ് ഷെയ്ഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ അതുപോലെ തന്നെ ഈ ഒരു കളറ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇത് രണ്ടും ഒരെണ്ണം വെച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടോ, ഇതുപോലെ കെട്ടിക്കൊടുക്കും. ആ ഒരു സെപ്പറേഷൻ അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തുകൊണ്ട് അതവിടെ സ്റ്റോപ്പായി. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ എന്നിട്ട് ഓരോന്നും കെട്ടിക്കൊടുക്കണം. 5ഓ 7ഓ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കാം. അതുപോലെ ടെസൽ ഈ 2 എണ്ണം അല്ല, അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കളർ കോമ്പിനേഷനൊക്കെ ഓരോ ഇത്ര ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈ തെസൽ ആദ്യം തന്നെ ഒരുപാട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഹൂപ്സിന് പകരം നമുക്ക് എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ തുണിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹൂപ്സ് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ വെറുതെ റിങ് കിട്ടും, ഈ ഡ്രീം ക്യാച്ചർ ചെയ്യുന്ന അത് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പഴയ എന്തെങ്കിലും റിങ് ഒക്കെ ഉണ്ട്, പൈപ്പിന് ചെറിയ റിങ് ഒക്കെ ഉണ്ടാവില്ലേ, റീത്തൊക്കെ ചെയ്യാനെടുക്കുന്ന അത്, അല്ലെങ്കിൽ നമ്മൾ കുക്കറിൻ്റെ വാഷറൊക്കെ കളയില്ല, അതെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് അവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഫ്ലവേഴ്സൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. എളുപ്പത്തിന് ഫ്ലവേഴ്സ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ടെസലിൻ്റെ അതേ കളേഴ്സ് വരികയാണെങ്കിൽ അത്രയും നല്ലത്. അതിൽ കൂടുതൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഈസി അല്ലേ? 3ഉം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, എളുപ്പമാണ്. ഈ ഒരു ഹൂപ്സ് വെച്ചും ഈ ഒരു തെസൽ വെച്ചും നല്ല വോൾ ഹാങ്ങിങ് ആണ്. നമ്മുടെ വോളിൽ ഇതുപോലെ ഒരുപാട് ചെയ്തിടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ എംബ്രോയ്ഡറി ചെയ്ത് ഞാൻ കാണിക്കാത്ത കുറച്ച് ഇനിയും ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. അതുകൊണ്ടാണ് എംബ്രോയ്ഡറി ഞാൻ സിയോണിൻ്റെ എംബ്രോയ്ഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇതാണ് ഇപ്പം നമ്മൾ ചെയ്ത തെസൽ വോൾ ഹാങ്ങിങ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 4 എണ്ണം. അത് സിയോണിൻ്റെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ അതുപോലെ എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.